നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിരവധി ജനപ്രിയ പദ്ധതികളിലൂടെ ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ P. വിജയനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒരുപക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അനുഭവിക്കാത്ത പീഡനപർവത്തിലൂടെ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ തലത്തിലേക്ക് ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത വഴിത്താരയിലൂടെ ഈ എപ്പിസോഡ് കടന്നുപോയി. വിജയൻ ഒരുപക്ഷെ ഒരു കുടുംബനാഥനായിട്ട് ആൾക്കാർ സങ്കല്പിക്കുമ്പോൾ രണ്ട് മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. രണ്ട് മക്കളും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പുതിയ തലമുറയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് കിട്ടാൻ താങ്കൾക്ക് പ്രേരകമാകുന്ന ജാലകങ്ങളാണ് അവർ, അല്ലേ? വളരെ പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് കുട്ടികളെ കാണുമ്പോൾ ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ മക്കൾ പ്രദാനം ചെയ്യുന്ന. അല്ല, ഞാൻ ഈ കുട്ടികളോട് അമിതമായി സ്നേഹിച്ചതുകൊണ്ടാണ് സത്യത്തിൽ ഒരു പരിധിവരെ SPCയും നന്മയിലൊക്കെ കുട്ടികൾ എടുക്കേണ്ടി വന്നതെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയല്ലേ കുട്ടികളൊക്കെ എന്നുള്ള ഒരു തോന്നല് സത്യത്തിൽ ഈ കുട്ടികൾ അവസാനം ഈ കുട്ടികളെ നോക്കാൻ സമയം കുറഞ്ഞു. ഈ കുട്ടികളെ പഠിക്കുന്നത് എങ്ങനെ, അവരുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് സത്യത്തിൽ ഈ 8ാം ക്ലാസ്സിലാണ് എൻ്റെ മകളും പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലാണ് SPC. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു 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 ചിന്ത എൻ്റെ കുട്ടികളോട് കാണിച്ചിരിക്കുന്ന ഒരു സ്നേഹമാണിത്. പക്ഷെ അതിൽ ഒരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, കുട്ടികൾ എങ്ങനെ ആധുനിക തലമുറ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, അവരുടെ മനോവ്യാപാരം എന്ത് എന്നുള്ളത് അത് മനസ്സിലാക്കണം. ഇത് നമ്മളെ നാട്ടിൽ താരതമ്യേന. കാരണം ഞാൻ ഒരു ഇന്ന് 40 കഴിഞ്ഞിരിക്കുന്ന ആള് എൻ്റെ കുട്ടിക്കാലം എന്ന് ചിന്തിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കുട്ടിയെ അങ്ങനെ വളർത്താൻ ശ്രമിച്ചാൽ താങ്കളുടെ കുട്ടിക്കാലം ഒരുപക്ഷെ ഇന്ന് താങ്കളുടെ കുട്ടികളുടെ കുട്ടിക്കാലമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് മറിച്ച് നമ്മളുടെ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നത് പോലെയല്ല. നിങ്ങളുടെ കുട്ടിക്കാലം എന്താണെന്നുള്ളത് വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ ചെറുപ്പകാലങ്ങളിലൊന്നും പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ കുറേ കുട്ടികളെ കൂടെ കളിച്ചോണോ പഠിച്ചോണോ ആയിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയോണോ വന്നോണോ ഇരിക്കും. എല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ 10ാം ക്ലാസ്സിലായപ്പോൾ അവന് തോറ്റുപോയി. പഠിക്കാമെന്നാകുമ്പോൾ പലതും പറഞ്ഞ് കിടന്നുറങ്ങിക്കാവും. പിന്നെയും ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൻ എഴുന്നേൽക്കുള്ളൂ. രാത്രിയും പൊലച്ചക്കും കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടും അവനെ ബുദ്ധിയെ മുട്ടിച്ചിട്ട് മറ്റു സ്വന്തം താല്പര്യമൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂപ്പർക്ക് ഒരു ചൂട് വന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. അമ്മ വളരെ ജെനുവനായിട്ട് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളുടെ അവസ്ഥ അതായിരുന്നു. അല്ല, അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നതാണ് ശരിയാകുക. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്തായിരിക്കും അത് ശരിയാകുക. നേരത്തെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന പദ്ധതി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ സത്യത്തിൽ പ്രതിസന്ധികളെ കണ്ടിട്ടില്ല. കാരണം ഇത് ചെയ്യണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. പഠനത്തിൻ്റെ ഫസ്റ്റ് ഫേസിൽ എൻ്റെ പ്രയോറിറ്റി പഠനമായിരുന്നില്ല. കാരണം അതിജീവനായിരുന്നു. അതിജീവനത്തിൻ്റെ പ്രയാസങ്ങൾ വീട്ടിൽ കണ്ടിട്ട് ഈ നേരത്തെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കാതെ പ്രശ്നങ്ങളോട് പ്രതികരിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന അന്ന് മുതലേ തുടങ്ങിയതാണ്. അച്ഛനും അമ്മയും കൂടുതൽ പ്രയാസത്തിലാക്കുകയാണ് ഞാൻ വേണ്ടത്, മറിച്ച് ഞാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത് എന്നുള്ളത്. എന്നെ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ നിന്ന് നീ എന്താ ജോലിക്ക് പോകാത്തതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നീ പഠനം നിർത്തിയിട്ട് ജോലിക്ക് പോകണമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതൽ അവർക്ക് ഒരു അല്പം പ്രയാസപ്പെട്ടാൽ എന്നെ പഠിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. താങ്കളുടെ ബാലവേല എപ്പോഴാണ് തുടങ്ങി? ഞാനങ്ങ് സ്വയം തീരുമാനിച്ചു. എത്രാം ക്ലാസ്സിൽ? അത് ഒരുപാട് നേരത്തെ അല്ല, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലോ. 8ാം ക്ലാസ് 8-5-13 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ബാലവേലയാ. അതെ, 14 വയസ്സിന്. അല്ല, അത് ഒരു പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മളെ അദ്ദേഹമൊക്കെ ഡിസഗ്രി ചെയ്തേക്കും, നമ്മളെ കൈലാസ് സത്യാർത്ഥില്ലേ. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഒരു വോളണ്ടിയറിസം ഉണ്ട്. ഞാൻ പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളല്ല. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ എനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും, ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം. ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് സഹായിക്കായിരുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഇതിനു മുമ്പൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നം കൊണ്ടോ അല്ല അങ്ങനത്തെ കാര്യത്തിൽ സംസാരിക്കാൻ എത്തിപ്പെടില്ല. അപ്പോൾ ഈ സമയത്ത് ചോദിക്കുകയാണ്, നീ പഠിക്കുന്ന സമയത്ത് ഈ ലെവലിലൊക്കെ എത്തിപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയുള്ള ഒരു വിജയത്തിലേക്ക് എത്തിപ്പെട്ടതാണോ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു.
മൂപ്പർ ഇത്രയും കാലമായിട്ട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ചോദിക്കാൻ സമയം അതാ എനിക്കും മനസ്സിലായത്. ഞങ്ങൾ കുറെ സമയം ഇരുന്നിട്ടുണ്ട്. സമയം കൊടുക്കാത്തതുകൊണ്ട് JB ജംഗ്ഷനിൽ നിങ്ങൾ വരുമ്പോൾ അതേ വന്നാലും അവസരം ഉപയോഗിച്ച് ഇവരുടെ ഒരു കാര്യം ഞാൻ പറയണം, കാരണം അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. ഞങ്ങൾ 7 പേരാണല്ലോ, ഞാൻ 3ാമത്തെ ആളാണ്. എൻ്റെ വിജയം ഇവരുടെയൊക്കെ ഭയങ്കര വിജയമായിട്ട് ഇവർ ആഘോഷിക്കാറുണ്ട്. എന്നുവെച്ചാൽ അവരതങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. ഇത് സാധാരണ എനിക്കിത് എത്തിപ്പെടാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊന്നും യാതൊരു എൻ്റെ ഏത് ചെറിയതായിരിക്കുന്നതായാലും വലുതായിരിക്കുന്നതും വിജയവും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സെലിബ്രേഷനാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വാംത്ത്, ഭയങ്കര ഒരു ഉള്ളറിഞ്ഞിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഇവരുടെ ഭാഗത്തുണ്ടോ. ഇത് ഓരോരോ പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ മാറിയിട്ടും പലയിടത്തൊക്കെ വരുമ്പോൾ ഓരോരോ പ്രാവശ്യം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ സ്കോപ്പ് ഉണ്ടാക്കിയിട്ട് വരും ചെയ്യും. ഏട്ടൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അല്പം അഹങ്കാരമായിരിക്കും ഞാൻ എൻ്റെ ഈ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വഴിയെക്കുറിച്ച് ചെറിയൊരു ധാരണ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത് അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് ഉണ്ടാകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, പിന്നീട് ഞാനാണ് കൊയ്ലോന്റെ പുസ്തകമൊക്കെ വായിച്ചത്. അതായത് നമ്മൾ ഏതൊന്നിനു വേണ്ടി നിരന്തരമായി ആഗ്രഹിക്കുന്നുവോ, ഏതൊന്നിനു വേണ്ടി നിരന്തരമായി കഠിനമായി പ്രയത്നിക്കുമോ, ഈ ലോകം മുഴുവൻ നമ്മളുടെ രക്ഷയ്ക്കായിട്ട് കോൺസ്പയർ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൽക്കമിസ്റ്റ് പറഞ്ഞു. പക്ഷേ ഞാൻ ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് ചെറുതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അന്നപ്പം തന്നെ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എൻ്റെ വേൾഡ് വിൽ കോൺസ്പയർ. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവോ?